നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അല്ല, ദീപു എന്തിന്റെ ട്രെയിനിങ്ങിന് പോയിരിക്കായിരുന്നു? ഞങ്ങളിവിടെ അന്വേഷിച്ചു. വർമ്മൻ കമ്പനിയുടെ തന്നെ ഒരു ട്രെയിനിങ് ആയിരുന്നു. പ്രമോഷൻ ഉണ്ടാവും തോന്നുന്നു. ആഹാ, നീ ഇനിയും ഇവിടെ സംസാരിച്ച് നിൽക്കാതെ കൃഷ്ണയും വിനയനും വരുമ്പോഴേക്കും എല്ലാം റെഡിയാണോന്ന് നോക്കിയേ. ആ ശരി അച്ഛാ. ദേ കൃഷ്ണ വന്നു. ദീപു, കൃഷ്ണമോളെ, ആന്റി, നീ എപ്പോ വന്നടി? ഇപ്പൊ വന്നേ ഉള്ളൂ. മോനെ വിനയ, കാണാൻ പോയ ആളിനെ കണ്ടോ? അനുഗ്രഹം വാങ്ങിയോ? കണ്ടു അങ്കിൾ, അനുഗ്രഹവും വാങ്ങി. ആ നന്നായി. ഗുരുക്കന്മാരുടെ അനുഗ്രഹം എപ്പോഴും നിങ്ങൾക്കുണ്ടാവണം. അല്ല, അമ്മ എവിടെ? അടുക്കളയില് നിക്ക. പപ്പി, ദേ മോള് വന്നു. ആ മോളിങ്ങോട്ടൊന്ന് വന്നേ. സുഖാണോ എല്ലാവർക്കും? ഒന്നും വിട്ടുകൊടുക്കണ്ട കേട്ടോ. വിനയന്റെ മേലൊരു പിടി എപ്പോഴും വേണം. ആ പിടിവിടേണ്ട ഒരു അവസ്ഥയുണ്ടായാലേ പെട്ടിയെടുത്ത് നേരെ ഇങ്ങ് പോരണം. തിരിഞ്ഞു പോലും നോക്കരുത്. കുറച്ചു ദിവസം കഴിയുമ്പോൾ വാല് ചുരുട്ടി എല്ലാവരും നമ്മുടെ പുറകെ വന്നോളും. വരും വരും. നിന്റെ പിറകെ എത്ര പേര് വന്നായിരുന്നു? നീ പിണങ്ങി പിരിഞ്ഞു വന്നതിന് ശേഷം ഇവിടെ ആരും ഒന്നും വന്ന് ഞാൻ കണ്ടിട്ടില്ല. വർഷം ഇത് എത്രയായി? വാലും ചുരുട്ടി ഇതുവരെ ആരും നിന്നെ വന്ന് വിളിച്ചോണ്ട് പോയില്ലല്ലോ. മോളെ കൃഷ്ണേ, ദേ ഇവളിങ്ങനെയൊക്കെ പറയും. മോളെ വഴക്കിനൊന്നും പോണ്ട. പുതിയ വീടും ആളുകളും ഒക്കെ അല്ലേ, ഇടപഴകി വരാൻ സമയമെടുക്കും. മോനെ വിനയ, കൃഷ്ണ ഒരു പാവം കൊച്ച. കുഞ്ഞിലേ മുതൽ അച്ഛനില്ലാതെ വളർന്നത്. ഒരമ്മ ഒറ്റയ്ക്ക് വളർത്തുമ്പോൾ ചില പോരായ്മകളൊക്കെ ഉണ്ടായിരുന്നു വരും. മോൻ അതൊന്നും കാര്യമായി എടുക്കരുത്. ഏയ്, എനിക്കറിയാങ്കിൾ. ആ, അച്ഛന്റെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഈ അമ്മാവന അവളെ നോക്കിയതും വളർത്തിയതും. വളർത്തുദോഷം ഒന്നുമില്ലാത്ത കുട്ടിയാ. എന്തെങ്കിലും പോരായ്മ തോന്നിയ മോൻ അവളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി മുന്നോട്ട് പോണം. അതാണ് ജീവിതം. അതെ അതെ, പരസ്പരമുള്ള വിട്ടുവീഴ്ചയാ കുടുംബജീവിതത്തിന്റെ അടിസ്ഥാനം. പിന്നെ ത്രിവിക്രമം വളർത്തിയതുകൊണ്ടുള്ള ചെറിയ ചില പോരായ്മകൾ ഉണ്ടായേക്കാം. അതൊന്നും കാര്യാക്കണ്ട. മധു, ആ, ആ. ഇവിടെ ആരൊക്കെ നിൽപ്പുണ്ടെന്ന് എനിക്കറിയില്ല. ഇനി ഇതുപോലെ മനുഷ്യനെ വടിയാക്കുന്ന തമാശകളെല്ലാം പറഞ്ഞ ആരെ നിൽക്കുന്നു എന്ന് പറഞ്ഞാലും ഞാൻ നിന്നെ തല്ലും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.